Oppo Reno 10 ഈ ഒരു ഫോണിന്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി Oppo Reno 11 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാസം തന്നെ ഇന്ത്യയിൽ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു ഫോൺ 4 മാസമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ സിസ്റ്റർ യൂസ് ചെയ്യുന്ന ഫോണാണ്. സോ ഒരു ഡീറ്റെയിൽഡ് യൂസർ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. ഇതൊരു യൂസ്ഡ് എക്സ്പീരിയൻസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ ചെയ്യുന്നത് തുടങ്ങാം. കേർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കൈ വേദനിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കയ്യിലിരിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ ഒരു നെഗറ്റീവും പറയാനില്ല കേട്ടോ. ഇൻഹാൻഡ് ഫീൽ അടിപൊളി തന്നെയാണ്. ഇനി ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. ബാക്കിലാണെന്നുണ്ടെങ്കിലും ഫ്രെയിമിലാണെന്നുണ്ടെങ്കിലും യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചസും ഈ ഒരു 4 മാസത്തിനുള്ളിൽ വന്നിട്ടില്ല. അത്യാവശ്യം ഫോൺ താഴെ വീണിട്ടുണ്ട്. ഇതിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫ്രെയിമിനോ അല്ലെങ്കിൽ ബാക്കിലോ ഒരു സ്ക്രാച്ചും വന്നിട്ടില്ല. ക്യാമറയുടെ ഏരിയയിലാണെന്നുണ്ടെങ്കിലും കണ്ടോ അത്യാവശ്യം നല്ല രീതിക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ക്യാമറ മൊഡ്യൂളാണ് കൊടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും ക്യാമറയിലൊന്നും ഒരു തരത്തിലുള്ള സ്ക്രാച്ചസും വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടിയ ഒരു കേസ് ഉണ്ട്, ഒരു TPU കേസ് ഉണ്ട്. സാധാരണ എല്ലാ കേസും യെല്ലോ കളർ ആകുമ്പോൾ ഈ ഒരു ഫോൺ ഒരു തരം ബ്രൗൺ കളറാണ് ആയിരിക്കുന്നത്. ഒരു റെഡിഷ് കളറിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വൃത്തികേടായിട്ടില്ല. നല്ലൊരു ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസൈനിലോട്ട് ഈ ഒരു കവർ മാറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഷെയർ ചെയ്തത് എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ഒരു ബട്ടൺസിലോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. അവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള അബ്നോർമൽ വൈബ്രേഷനോ ബിൽഡ് ക്വാളിറ്റിയിലും നെഗറ്റീവ് പറയാനായിട്ടില്ല. സോ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഓപ്പോ ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സീരീസിനും അതായത് Oppo Reno 9ലും Oppo Reno 10ലും ഇനി വരാൻ പോകുന്ന Oppo Reno 11ലും കൊടുത്തിരിക്കുന്നത് സെയിം ഡിസ്പ്ലേ തന്നെയാണ്. ഒരു ഡിഫറൻസും അവിടെ വന്നിട്ടില്ല. സ്പെസിഫിക്കേഷൻ വൈസ് 6.7 ഇഞ്ച് വരുന്ന 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR10+ൻ്റെ സപ്പോർട്ട് ഉണ്ട്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. എല്ലാം എക്സാക്ട്ലി സെയിം. ഈ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബിൽ അതേപോലെ തന്നെ സിസ്റ്റം ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ആ UIയിലൊക്കെ നമുക്ക് ആ ഒരു 120 നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാഗ് ആവുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് സൺലൈറ്റിൻ്റെ അടിയിൽ മാക്സിമം 800 നിറ്റ്സേ കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് കണ്ടൻറ്റ് കാണുകയാണെന്നുണ്ടെങ്കിലും ഈവൻ സൺഗ്ലാസ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡാർക്ക് കണ്ടൻറ്റുകൾ കാണാനായിട്ട് അല്ലെങ്കിൽ ഇതിലുള്ള ഇരുട്ടുള്ള ഭാഗങ്ങൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇൻഡോറിലാണ് അല്ലെങ്കിൽ മരത്തിൻ്റെ അടിയിലോ ഒരു ഷെയ്ഡിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. ആ നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ അവിടെ കയറി വരുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനേ പറ്റില്ല. അത്രയും മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി സൺഗ്ലാസ് വെച്ചാലും മതി, ആ ഒരു എക്സ്പീരിയൻസ് മോശമാണ്. അത് നമ്മൾ നോർമൽ കോൾ ചെയ്യാനോ അല്ലെങ്കിൽ കോൺടാക്റ്റ് എടുക്കാനോ ആ ഒരു ഏരിയയിലല്ല കേട്ടോ പ്രശ്നം വരുന്നത്. നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ് കാണുമ്പോഴാണ് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത്. സോ അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കൂടെ ഇതിൻ്റെ ഓഡിയോ എക്സ്പീരിയൻസും കൂടി പറയുമ്പോൾ ഓഡിയോ ഒന്നും പറയാനില്ല. കിണ്ണം കാച്ചി ഓഡിയോ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് 3.5 mm ഓഡിയോ ജാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ബ്ലൂടൂത്തേ ശരണം തന്നെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഈവൻ ഹെഡ്ഫോൺ കണക്ട് ചെയ്തില്ലെങ്കിൽ കൂടി പാട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിലും വീഡിയോ സിനിമ കാണാനാണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് നല്ലൊരു ഔട്ട്പുട്ടാണ് ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തരുന്നത്. മുകളിൽ നിന്നുള്ള സൗണ്ട് താഴെ നിന്നുള്ള സൗണ്ടിനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് എന്ന് മാത്രം. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ ഈ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രൈറ്റ്നസിൻ്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ മീഡിയാടെക് Dimensity 7050 എന്ന് പറയുന്ന 6 നാനോമീറ്ററിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇൻറ്റൻസ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും ഇപ്പോൾ ഗെയിം കളിക്കുക, വീഡിയോ എഡിറ്റിംഗ് ചെയ്യുക, ഒത്തിരി നേരം ക്യാമറ
UI ഓൺ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ അത്യാവശ്യം നല്ല രീതിക്ക് ഹീറ്റ് ആവുന്നുണ്ട്. ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, പിടിക്കാൻ പറ്റാത്ത അവസ്ഥ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പക്ഷേ ഹീറ്റ് ആവുന്നത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. വാമിനേക്കാളും മുകളിൽ, ഓവർ ഹീറ്റിനേക്കാളും താഴെ ആ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഹീറ്റ് നിൽക്കുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. നമുക്ക് BGMI മാക്സിമം HDR അൾട്രയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോ റെനോ സീരീസുകൾ ഗെയിമിങ്ങിന് വേണ്ടി ആരും പ്രിഫർ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും നമുക്ക് ചെറിയ രീതിക്കുള്ള ഗെയിമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ആൻറ്റുറ്റു സ്കോർ എന്ന് പറയുന്നത് 4 ലക്ഷത്തിന് താഴെ മാത്രമാണ്. സോ അത്രേ ഉള്ളൂ. ആ ഒരു രീതിക്കുള്ള ചെറിയ പെർഫോമൻസുകൾ നമുക്കൊരു മോഡറേറ്റ് യൂസ് ചെയ്യാം എന്ന് മാത്രം. ഹെവി ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ തിരിച്ച് ഈ ഒരു ഫോണും റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ബാറ്റിൽ ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും ആസ്ഫാൾട്ട് ലെജൻഡ് ആണെന്നുണ്ടെങ്കിലും കളിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഒരു ഫ്രെയിം ഡ്രോപ്പ് വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. BGMIയുടെ ആ ഒരു UI ഒന്നും ഒട്ടും ഒരു സുഖമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ കിട്ടിയത്. ഞാൻ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ബാറ്റിൽ ഗ്രൗണ്ട് കളിക്കാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്തില്ല. പക്ഷേ ആസ്ഫാൾട്ട് ലെജൻഡ് കളിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടിയത്. ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ടോ. ഇവിടെ ഡെഡിക്കേറ്റഡ് വൈബ്രേഷൻ മോട്ടേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്തായാലും നമുക്കിവിടെ കിട്ടാനും പോകുന്നില്ല. അത്രമാത്രമാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള എന്ത് പർപ്പസ് ചെയ്യാനായിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോൺ പ്രിഫർ ചെയ്യരുത്, വേറെ ഫോണുകൾ നോക്കുക. ഇനി ഇതിൻ്റെ കളർ ഓയസ് എങ്ങനെയുണ്ട്, ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 13 ബേസ്ഡ് കളർ ഓയസ് 13.1 തന്നെയാണ് ഇപ്പോഴും. ആൻഡ്രോയിഡ് 14 അപ്ഡേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ഇപ്പോൾ 4 മാസത്തിനിപ്പുറം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് കിട്ടുന്നത്. ആഡ്സോ റെക്കമെൻഡേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരുപാട് ബ്ലോട്ട്വെയർസും കാര്യങ്ങളെല്ലാതും ഉണ്ടായിരുന്നു, അതെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതെല്ലാം കളഞ്ഞു. ഇപ്പോൾ ഒരു നോർമൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കളർ ഓയസിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും നമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരുകളോ നമുക്ക് മായ്ച്ച് കളയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പിക്സേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് നല്ല കൂൾ ഫീച്ചേഴ്സ് ഈ ഒരു കളർ ഓയസ് 13 വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പരിധിക്കപ്പുറം യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരുവിധം എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഈ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, ഇതൊരു 5G ഡിവൈസ് ആണ്. ഇഷ്ടംപോലെ 5G ബാൻഡുകൾ ഒപ്പം കൊടുത്തിട്ടുണ്ട്. ഈ 5G നമ്മൾ യൂസ് ചെയ്താലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നോർമലി ഒരു 10 മണിക്കൂർ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു 6-7 ആയിട്ട് കുറയും നമ്മൾ 5Gയിലോട്ട് ഇടുമ്പോൾ. അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ, ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ബാറ്ററി നല്ലപോലെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതുകൂടാതെ Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 വരുന്നുണ്ട്, IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിമോട്ട് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും. കോള് ഡ്രോപ്പായി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ ഏരിയയിൽ ഞാൻ ഫേസ് ചെയ്തില്ല. Wi-Fi കോളിങ്ങിൻ്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അതെല്ലാം സൂപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഒരു നെഗറ്റീവും കണക്ടിവിറ്റിയുടെ ഏരിയയിൽ പറയാനായിട്ടില്ല. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഒപ്പോ ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. 64 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അഡാപ്റ്റർ നമുക്ക് ബോക്സിൽ കിട്ടുന്നുണ്ട്. ഏകദേശം 45 മിനിറ്റ് താഴെ കൊണ്ട് തന്നെ 0 to 100 ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട്. ഒരു ദിവസം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി ലൈഫ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 5G ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നെറ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അതല്ലാത്ത പക്ഷം 4Gയിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നമുക്കൊരു 7 മണിക്കൂറിൽ താഴെ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. സോ രാവിലെ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എനിക്കൊരു രാത്രി 10 മണിയാകുമ്പോഴേക്കും ഒരു 20% താഴെ ബാറ്ററി പെർസെൻറ്റേജ് ഇതിൽ കാണിക്കാറുണ്ട്. സോ നല്ലൊരു ഡീസൻറ്റ് ബാറ്ററി ലൈഫ് തന്നെയാണ് ഓപ്പോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫൈനലി ഇതിൻ്റെ ഒരു ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ കൊടുത്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ, അതുകൂടാതെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ക്യാമറ ഫോണാണ് ഇത് എന്ന് ഒരിക്കൽ പോലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് തരുന്ന ഒരുപാട് ഫോണുകൾ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ മെയിൻ ക്യാമറ റിസൾട്ടിലോട്ട് വരുമ്പോൾ ലൈറ്റ് ഡയറക്റ്റ് നമ്മളുടെ മുഖത്ത് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നതിൽ വൻ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ സാമ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഒരു സൈഡിൽ നിന്ന് എൻ്റെ സൂര്യൻ ആ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട്. അത് ഒട്ടും എന്താ പറയുക,
ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൈയുടെ കാര്യം എടുത്താലും HDR ഒക്കെ ആ ഒരു ഡിറ്റക്റ്റ് ചെയ്യുന്നതിലും ആ ഒരു കൺട്രോൾ ചെയ്യുന്നതിലൊക്കെ നല്ല രീതിക്ക് ശോകമായിട്ടാണ് പോകുന്നത്. ഒരു ഡീറ്റെയിലും പല ഫോട്ടോയിലും തരുന്നില്ല. ആ ഒരു ഡൈനാമിക് റേഞ്ചൊക്കെ ഭയങ്കര കുറവായിട്ടുള്ളൊരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ അങ്ങോട്ട് എഴുതി തള്ളാനും പറ്റില്ല. ചില സമയത്ത് ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഫോട്ടോയുടെ ഫൈനൽ ഔട്ടായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആ സമയത്ത് ഒരു പക്ഷേ ഫോണിനും കൂടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് തരുന്നുണ്ട്. സോ അതൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ്, അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് ഇല്ല. പക്ഷേ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ബാക്ക് ക്യാമറ മെയിൻ ക്യാമറയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത്. ഈ ഒരു ചില സമയത്തെ ഫോട്ടോസിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയ ബാക്കി നമുക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ല യൂസബിൾ ആയിട്ടുള്ള നല്ല രസമുള്ള ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പോർട്രേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓക്കെ എന്നുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് അവിടെയും പറയാനായിട്ടുള്ളത്. ചില സമയത്ത് ആ ഒരു എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അങ്ങ് സോഫ്റ്റ് ടൈൻ ചെയ്ത് പോകുന്നുണ്ട്. ചില സമയത്ത് പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് ആ ഹെയറിൻ്റെ ഓരോ സൈഡും നല്ല രീതിക്ക് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ അവിടെയും കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒട്ടും ആ ഒരു കളറൊക്കെ നല്ല രീതിക്ക് ഡള്ളാവുന്ന ഒരവസ്ഥയാണ്. നമ്മൾ അൾട്രാ വൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഉദിപ്പ് കാര്യങ്ങളെല്ലാം അവിടെ മിസ്സാവുകയാണ്. ഇപ്പോൾ ഈ ഒരു 2 ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു നോർമൽ 1x എടുത്തിട്ടുള്ള ഫോട്ടോസ് അത്യാവശ്യം നല്ല ആ ഒരു പച്ചപ്പ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു അൾട്രാ വൈഡിലോട്ട് പോയിട്ടുള്ള ഫോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്കായിട്ട് അതിൻ്റെ കളർ അങ്ങ് ഡള്ളായിപ്പോയി. ഇനി ഇതിൻ്റെ നൈറ്റ് ഫോട്ടോയിലോട്ട് വരുമ്പോൾ അവിടെയും അത്ര കാര്യമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് പറയാനായിട്ടില്ല. ഒരുപാട് ഗ്രെയിൻസ് കയറി വരിക, നോയ്സ് കയറി വരിക, ഒരു ഡീറ്റെയിലിംഗ് എല്ലാം മിസ്സാവുന്ന ഒരു റിസൾട്ടാണ് ഇതിൻ്റെ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് വരുന്നത്. സോ ഓവറോൾ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റ് നമ്മളുടെ ഫേസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ചില സമയത്ത് ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സിങ് ഫെയിൽ ആവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു റിസൾട്ടിലോട്ട് എത്തുന്നത് പരാജയപ്പെടുന്നുമുണ്ട്. സോ ഓവറോൾ ബാക്ക് ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിലോ ആവറേജ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് അതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് എതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കാം. ഇനി ഇതിൻ്റെ ഒരു വീഡിയോ പെർഫോമൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നത്. ഈ ഒരു 4Kയിൽ വീഡിയോ എടുക്കുമ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള സ്റ്റെബിലിറ്റിയും നമുക്ക് കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല രീതിക്ക് വീഡിയോ ആ ഒരു ഷെയ്ക്കിങ് നല്ല പോലെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഫുൾ HD at 60 ഫ്രെയിം സെക്കൻഡ് വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു അൾട്രാ സ്റ്റഡി മോഡ് നമുക്ക് ഓണാക്കാൻ സാധിക്കും. അതുവഴി അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസാണ് കിട്ടുന്നത്. ബിലോ ആവറേജ് പെർഫോമൻസ് തന്നെയാണ് വീഡിയോഗ്രാഫിയുടെ കാര്യത്തിലും Oppo Reno 10 തരുന്നത്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലോട്ട് വന്നു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ലെൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ മെയിൻ ക്യാമറയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലൈറ്റുള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം യൂസബിൾ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടെയും ആ ഒരു കളറും ലൈറ്റും കൺട്രോൾ ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഫോൺ ഫെയിൽ ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ എന്നുള്ളത് കാര്യമായിട്ട് സംശയിക്കുന്നത്. ഇനി ഇതിൻ്റെ പോർട്രേറ്റ് ഔട്ട്പുട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ 2-3 ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് എടുക്കുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയറും അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. സിംഗിളായിട്ട് ഒറ്റയ്ക്ക് ഒരാളുടെ സെൽഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എൻ്റെ ഈ ഒരു ഫോട്ടോ സാമ്പിൾ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് അത്യാവശ്യം മടിയുണ്ട്, എന്നാലും നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ ഒട്ടിച്ച് വെച്ച പോലത്തെയാണ് ഈ ഒരു പോർട്രേറ്റ് ഔട്ടിൽ ഇപ്പോൾ കാണുന്നത്. സോ അവിടെയും കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു സെൽഫി പോർട്രേറ്റിൻ്റെ എൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നൈറ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുമ്പോൾ ലൈറ്റ് കുറഞ്ഞ കണ്ടീഷനിൽ യൂസ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബൾബിൻ്റെ അടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് നല്ല പോലെ കുറഞ്ഞൊരു കണ്ടീഷൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പോലെ നോയ്സും ഗ്രെയിൻസും ഒക്കെ കയറി വരുന്നുണ്ട്. നല്ല പോലെ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ ആവശ്യമുണ്ട് നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ സൈഡിൽ. ഇനി ഇതിൻ്റെ ഒരു വീഡിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല, നല്ല പോലെ ഷെയ്ക്ക് ആവുന്നുണ്ട്. സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. Oppo Reno 10ൻ്റെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ട് അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ഔട്ട്പുട്ടാണ്. ഒന്ന് സ്പീഡാക്കിയ
അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇതാണ് ഓപ്പോ റെനോ 10ൻ്റെ 4 മാസത്തിന് ശേഷമുള്ള ഞങ്ങളുടെ ഒരു യൂസ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ഈ ഒരു ഫോൺ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 32,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 30,000 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് തരുന്ന, ബെറ്റർ ക്യാമറ ഔട്ട്പുട്ട് തരുന്ന, ഈവൻ കുറേ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരുപാട് ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. IQ Neo 7 Pro ഉണ്ട്, OnePlusൻ്റെ Nord 3 ഉണ്ട്, അത് കൂടാതെയും ഒരുപാട് ഫോണുകളുണ്ട്. ഇപ്പോൾ ഓർമ്മയിൽ വന്നത് പറഞ്ഞു എന്ന് മാത്രം. സോ ഈ ഒരു ഫോൺ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഒരു 20,000 രൂപ റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത്രയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.